ബഡ്ജറ്റ് ലെവലിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 20,000 mAh പവർ ബാങ്ക് അന്വേഷിക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ബോട്ട് എന്ന കമ്പനിയുടെ എനർജി സ്ട്രോം PV400 എന്ന ഈ ഒരു പവർ ബാങ്ക്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ബോക്സിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. ബോക്സിൻ്റെ താഴെയായിട്ട് സ്കാൻ ഫോർ പ്രൊഡക്റ്റ് ഓതൻറ്റിസിറ്റി എന്ന് പറഞ്ഞൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു റെഡ് കളറിലുള്ള മറ്റൊരു ബോക്സും കൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് പവർ ബാങ്ക് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ പവർ ബാങ്ക് കാണാം, ഒരു ഡാറ്റ കേബിളും കാണാം. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. മെറ്റൽ ബോഡി ഡിസൈനാണ് പവർ ബാങ്കിന് വന്നിട്ടുള്ളത്. പിന്നീട് ഒരു താങ്ക് യു കാർഡ് വന്നിട്ടുണ്ട്. ഒരു ടൈപ്പ് C ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. പിന്നീട് വാറൻറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു QR കോഡ് വന്നിട്ടുണ്ട്. ബോട്ടിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ വാറൻറ്റി ക്ലെയിം ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിന്നീട് വന്നിട്ടുള്ളത് ഒരു യൂസർ ഗൈഡാണ്. യൂസർ ഗൈഡിൽ ഇതിൻ്റെ എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെറ്റൽ ബോഡി ഡിസൈനാണ് പവർ ബാങ്ക് വന്നിട്ടുള്ളത്. 12 ലെയർ ഓഫ് IC സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഈ ഒരു പവർ ബാങ്കിന് അവർ അഫോർഡ് ചെയ്യുന്നുണ്ട്. അതായത് ഷോർട്ട് സർക്യൂട്ട്, ഓവർ ഹീറ്റിംഗ് പോലെയുള്ള സംഭവങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ ഒരു പവർ ബാങ്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത് 1318 രൂപയ്ക്കായിരുന്നു. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് സാധാരണ വരാറുള്ളത് 1249 ടു 1699 വരെയാണ്. ഞാൻ വാങ്ങിയിരുന്ന സമയത്ത് 1318 റേറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റിൽ നല്ല വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അപ്പോഴത്തെ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ തന്നെ 10,000 mAh മറ്റൊരു പവർ ബാങ്കും അവൈലബിൾ ആണ്. അതിന് വില വരുന്നത് ഏകദേശം 949 രൂപ, ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് അതിന് വില വരാറുള്ളത്. അത്യാവശ്യം ഒരു വെയിറ്റൊക്കെ തോന്നിക്കുന്നുണ്ട്. മുകളിലായിട്ട് 4 പോർട്ടുകൾ കാണാം. ഇതിൽ ആദ്യം വന്നിട്ടുള്ള ഈ 2 പോർട്ടുകളും USB പോർട്ടുകളാണ്. ഇത് രണ്ടും ഔട്ട്പുട്ട് പോർട്ടുകളാണ്. പിന്നീട് വന്നിട്ടുള്ളത് ഒരു ടൈപ്പ് C പോർട്ടാണ്. അത് 2-way ചാർജിങ് പോർട്ടാണ്. അതായത് പവർ ബാങ്ക് ചാർജ് ചെയ്യാനും പവർ ബാങ്കിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനും നമുക്ക് ആ ടൈപ്പ് C പോർട്ട് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നീട് വന്നിട്ടുള്ളത് ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടാണ്. അത് നമുക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പവർ ബാങ്കിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 22.5 വാൾട്ടാണ്. ഈ കാണുന്ന രീതിയിലുള്ള 6 ടൈപ്പ് കളറുകളിൽ നമുക്ക് ഈ പവർ ബാങ്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ക്വിക്ക് ചാർജ് 3 സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്കാണ്. പവർ ബാങ്കിൻ്റെ സൈഡിലായിട്ട് 4 LED ഇൻഡിക്കേഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ബാറ്ററി ലെവലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ബൾബും 25% ചാർജിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 100% ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 4 ബൾബും ഓണായി നിൽക്കും. ഈ ഒരു പവർ ബാങ്കുമായിട്ട് ക്വിക്ക് ചാർജിങ്ങോ PD ചാർജിങ്ങോ PPS ചാർജിങ്ങോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഫോണുകളാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഓണായി കത്തും. അതായത് ഫാസ്റ്റ് ചാർജിങ് നടക്കുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെയുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഗ്രീൻ ലൈറ്റ് കത്തത്തുള്ളൂ. 1 ഇയർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വാറൻറ്റി വരുന്നത്. ഇതേപോലെയാണ് ചാർജ് ചെയ്യുന്ന സമയത്തുള്ള LED ഇൻഡിക്കേഷൻ വരുന്നത്. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതേപോലെ 4 ലൈറ്റും ബ്ലിങ്ക് ചെയ്യാതെ ഇങ്ങനെ കത്തി നിൽക്കും. ഇത് വെച്ചാണ് നമ്മൾ ചാർജ് ഫുള്ളായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു പവർ ബാങ്കിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 22.5 വാൾട്ടാണ്. ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേബിൾ ഡിസ്കണക്ട് ചെയ്യാതെ തന്നെ ആ ഒരു ചാർജിങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ഒരു പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് പവർ ബാങ്ക് കംപ്ലീറ്റ്ലി ഓഫ് ആവും, ചാർജിങ് ഡിസ്കണക്റ്റ് ആവും. അതേപോലെ തന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ചാർജിങ് റീസ്റ്റാർട്ട് ആവും. ഇങ്ങനെ ഒരു സെറ്റപ്പ് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പെക്കായിട്ട് പറയാനുള്ളത്. അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിലും കൂടിയ റേറ്റിലുള്ള പ്രൊഡക്റ്റുകൾ വേറെയും അവൈലബിൾ ആണ്. പക്ഷേ നമ്മളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അതായത് 20,000 mAh ഈ ഒരു പവർ ബാങ്കിൻ്റെയും ഇതിൻ്റെ തന്നെ 10,000 mAh മറ്റൊരു പവർ ബാങ്കുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.